മുതലമടയിൽ നിന്ന് 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇടുക്കുപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തും. ഇവിടെ എത്തിയാൽ ഇതുപോലൊരു കമ്പനി ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ഇവിടെ ഒന്നും പ്രവർത്തിക്കുന്നില്ല. തുരുമ്പെടുത്ത കുറച്ച് യന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് ഈ കമ്പനി, എങ്ങനെയാണ് ഇത് ഈ സ്ഥിതിയിൽ എത്തിയെന്നല്ലേ നോക്കാം. ൽ ഇവിടുത്തെ കേര കർഷകരൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പാലക്കാട് കോക്കനട്ട് പ്രൊഡ്യൂസർ ലിമിറ്റഡ് എന്ന ഈ സ്ഥാപനം തുടങ്ങിയത്. പക്ഷെ അതിന് 3 വർഷത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2018 ആയപ്പോഴേക്കും ഈ സ്ഥാപനം ജപ്തി ചെയ്യുന്ന നിലയിലേക്ക് എത്തി. കുറെ നാളികേര കർഷകർ ചേർന്നാണ് പാലക്കാട് കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനിക്ക് അടിത്തറ പാകിയത്. കർഷകർ അവരാൽ കഴിയുന്ന ചെറിയ ചെറിയ തുകകൾ നൽകി കമ്പനി സ്ഥാപിച്ചു. ഒരു തെങ്ങിൽ നിന്ന് 6 ലിറ്റർ നീര കിട്ടും. അത് വിറ്റാൽ ഇവിടുത്തെ യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉണ്ടാകുന്ന നീര കർഷകരുടെ ജീവിതം മാറ്റുമെന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു ചുക്കും സംഭവിച്ചില്ല. ഏകദേശം 6 വർഷത്തിലധികമായി ഈ സ്ഥാപനം ഇങ്ങനെ പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടുത്തെ യന്ത്രങ്ങളൊക്കെ കണ്ടോ, തുരുമ്പെടുത്ത് നശിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ്. ഇതിനൊരു മോക്ഷം കിട്ടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇതിനെ നന്നാക്കി ഉപയോഗിക്കാനുള്ള ഇടപെടലൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. നാളികേര കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ സാമ്പത്തിക അഭിവൃദ്ധി നേടാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ അന്നത്തെ 2014-15 കാലഘട്ടത്തെ ചെയർമാന്റെ ഒരു ഐഡിയ ആയിരുന്നു. കൂൾ ഡ്രിങ്ക്സ് പോലെ, ശീതളപാനീയം പോലെ തന്നെ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ പറ്റിയ സാധനമാണ്. സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് കർഷകർ പണം മുടക്കി ഇതിൽ ഷെയർ എടുത്ത് ഞങ്ങൾ ഈ പദ്ധതി വരട്ടെ, സ്വപ്ന പദ്ധതി, ഞങ്ങൾക്ക് മാസം ഒരു തെങ്ങിൽ നിന്ന് 1500 രൂപ കിട്ടും എന്നൊക്കെയാണ് ഞങ്ങളോട് ആദ്യം വാഗ്ദാനം പറഞ്ഞത്. ഒടുവിൽ കടം കയറി കമ്പനി മുടിഞ്ഞു. ബാങ്ക് കമ്പനിയുടെ ആസ്തികൾ ജപ്തി ചെയ്തു. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും 2 സർക്കാരുകളും പറഞ്ഞ ഒരു വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ല. ഞങ്ങൾക്ക് തരേണ്ട ഗ്രാന്റുകൾ, സബ്സിഡികൾ, അതുപോലെ തന്നെ ബാങ്ക് വായ്പകളെല്ലാം പറഞ്ഞ പ്രകാരം ഒന്നും കിട്ടിയില്ല. കിട്ടാതായപ്പോൾ എന്തായി, ഞങ്ങളുടെ കയ്യിൽ നിന്നുള്ള കാശുകളെല്ലാം കളക്ട് ചെയ്ത് ഇവിടെ ഒരു പ്ലാന്റ് കെട്ടി കോടിക്കണക്കിന് രൂപയുടെ മുതൽ മുടക്കാണ്. കർഷകരുടെ വിയർപ്പാണിത്. ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല. വായ്പ തന്ന ബാങ്കുകളെല്ലാം ഓടിച്ചിട്ട് ജപ്തി ചെയ്യാൻ തുടങ്ങി. ഒരു നാട്ടിലെ ആകെ കേര കർഷകരുടെ സ്വപ്നത്തിനാണ് അന്ന് താഴു വീണത്. ഒരു 50 ലക്ഷം രൂപ അന്നത്തെ സർക്കാർ കൃഷി വകുപ്പ് മുഖേന തരാമെന്ന് വാഗ്ദാനമായിരുന്നു. അന്ന് ആ 50 ലക്ഷം രൂപ ഞങ്ങൾക്ക് ഗ്രാന്റ് കിട്ടുമായിരുന്നെങ്കിൽ ഈ സ്ഥാപനം ബാങ്ക് ജപ്തി ചെയ്ത് പൂട്ടിപ്പോകില്ലായിരുന്നു. അന്നത്തെ സർക്കാരും ചെയ്തില്ല. പിന്നീട് വന്ന പിണറായി സർക്കാർ 2 ടേം വന്നിട്ടും ഇതിനെ സംബന്ധിച്ച് ഒരു അനക്കം ഉണ്ടായിരുന്നില്ല, ഒരു ചർച്ച പോലും ഉണ്ടായില്ല. മാതൃഭൂമി